ശരിയാണോ? പിന്നെ അതിനകത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കുക, അതിൽ ഇനി ഒരുപക്ഷെ അകത്ത് നിന്നാൽ തന്നെ അപകടം കൂടുതലല്ലെങ്കിൽ രക്ഷപ്പെടാമെങ്കിലും അവൻ തമ്മിൽ ചവിട്ടിയും കുത്തിയും കൊല്ലും. അതുപോലെ തന്നെയാണ് രോഗത്തിന്റെ വാതായനങ്ങളും. ക്ഷമയുള്ളവനെ ചികിത്സിച്ചാലേ ബലം കിട്ടൂ, ക്ഷമയുള്ളവൻ ചികിത്സിച്ചാലേ ബലം കിട്ടൂ. മനസ്സിലായില്ല? ക്ഷമയുള്ളവനെ ചികിത്സിച്ചാലേ ബലം കിട്ടൂ. ഇവിടെ വേദന, അയ്യോ വേദന നിറഞ്ഞു. അത് മാറോട് ഒരു മരുന്ന് കൊടുത്തു. അയ്യോ അത് കഴിച്ചിട്ട് വേദന മാറുന്നില്ല, എവിടെയും കൂടെ വേദന. ഉടനെ വീണ്ടും ഒരു മരുന്ന് കൊടുത്തു. കൊടുക്കുന്നവനും ക്ഷമയില്ല, കഴിക്കുന്നവനും ക്ഷമയില്ല. ഒടുവിൽ ഇവൻ ജീവിതകാലം മുഴുവൻ ക്ഷമയോടെ വേദന അനുഭവിക്കാൻ തയ്യാറാവും. 2 കൊല്ലം കഴിയുമ്പോ ഇവന് വേദന തന്നെ ശാശ്വതമായി അങ്ങ് കിട്ടും. മറിച്ച് ആദ്യം അല്പം ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ അത് പോയനെ. അപ്പൊ ക്ഷമയുള്ളവൻ ചികിത്സിക്കണം, ക്ഷമയുള്ളവനെ ചികിത്സിക്കണം. മനസ്സിലായോന്നറിയില്ല. ഇതിന്റെ അടിസ്ഥാന തത്വമാണ്. ഉണ്ടല്ലേ? ചിലപ്പോഴൊക്കെ ആളുകൾക്ക് മനസ്സിലാവും, മനസ്സിലായ രക്ഷപ്പെടും. അതെ. അപ്പൊ അതുകൊണ്ട് ക്ഷമ ഉണ്ടായിരിക്കണം. ക്ഷമയില്ലെങ്കിൽ ഇത് കഫത്തിൽ നിന്ന് പിത്തത്തിലേക്ക് കയറി ആ പിത്തജ വികാരത്തിൽ നിന്ന് വാതജ വികാരത്തിലേക്ക് പരിക്രമിക്കും. അപ്പോ ഹൃദയത്തെയും യകൃത്തിനെയും മസ്തിഷ്കത്തെയും ഒക്കെ ബാധിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി ഒക്കെ ആയിട്ട് ഇവനങ്ങ് മാറുന്നത്. പിന്നെ രക്ഷയില്ല. അപ്പൊ ഉദാഹരണത്തിൽ നിന്ന് ക്ലിയറായി, ഒരു ഉദാഹരണത്തിൽ നിന്ന് എളുപ്പമായി. ഇനി നമുക്കത് ചികിത്സ പറയുമ്പോൾ നമുക്ക് ഡയബറ്റീസിന്റെ അവാന്തര വിഭാഗങ്ങൾ 20 തരം മേഹരോഗങ്ങളാണ് ഉള്ളത്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് പറയാം. കാരണം അല്ലെങ്കിൽ ഈ കൂട്ടത്തിലാവുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ഒരുമാതിരി കുഴഞ്ഞ അവിയൽ പോലാവും. പിന്നെ നിങ്ങൾക്കും മനസ്സിലാവില്ല, എനിക്കും മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇങ്ങനെ ഒരു അടുക്കിൽ പോയാൽ അതിന് കവിതയുണ്ട്. മറ്റേ അല്ലാതെ പഠിക്കുന്ന പഠിത്തം ഒരുമാതിരി വരട്ട് സിദ്ധാന്തം പഠിക്കുന്ന പോലെ കുറെ കാര്യങ്ങൾ പഠിച്ചാൽ അവസാനം നമുക്ക് ഇത് എവിടെയാ തുടങ്ങേണ്ടത്, എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയാൻ മേലാതാവും. നമുക്കൊണ്ട് തിരിച്ചു വരാം. അപ്പോ രോഗം കഫജം, പിത്തജം, വാതജം എന്ന് 3. ഒന്നിനെ ക്രമികമായി വികസിച്ചാ പോകുന്നത്. ആ വികാരങ്ങളെ അറിഞ്ഞ് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് കഫവികാരത്തില് പ്രമേഹം, കഫവികാരത്തില് കാസം ചുമ, കഫവികാരത്തിൽ ശ്വാസം ആസ്തമ, കഫവികാരത്തില് വൃക്കരോഗം, കഫവികാരത്തില് ജ്വരം, കഫവികാരത്തില് അപസ്മാരം, കഫവികാരത്തില് ഉന്മാദം. ഇതെല്ലാം കഫവികാരത്തിലുണ്ട്, ഇതെല്ലാം പിത്തവികാരത്തിലുണ്ട്, ഇതെല്ലാം വാതവികാരത്തിലുണ്ട്. ഇതെല്ലാം 2 ചേർന്നുണ്ട്, 3 ചേർന്നുണ്ട്. 3 ചേരുമ്പോൾ സർവലക്ഷണയുക്തമായി 1 at a time, 1 at a time, 2 at a time, 3 at a time. അപ്പൊ ഇതിനെ നന്നായി പഠിച്ചാൽ ഒന്നറിയാം, പൗരാണിക മനുഷ്യനിൽ ഈ വികാരഭേദങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇന്നും. ഭാവ സംസിദ്ധ സ്വഭാവ സംസിദ്ധ ലക്ഷണത്വാത്. സ്വഭാവത്തിൽ നിന്ന് സംസിദ്ധമാകുന്ന ലക്ഷണങ്ങൾ അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അന്നത്തെ മരുന്ന് നിന്ന് കൊടുത്താൽ മതി. മരുന്ന് അന്നുള്ള അതേ വീര്യവും വിഭാഗവും ഉള്ളവയാണിന്ന്. രോഗത്തിന്റെ ലക്ഷണങ്ങൾ അന്നുള്ളത് തന്നെയാണ് ഇന്നുള്ളത്. അങ്ങനെ ആയതുകൊണ്ട് മരുന്നും രോഗിയും നൂറ്റാണ്ടുകളോളം കഴിഞ്ഞാലും മാറ്റം വരുന്നില്ല. അതുകൊണ്ട് ആയുർവേദം ശാശ്വതമാണ്. ചരകൻ ഇത്രയും കഷ്ടിച്ച് മനസ്സിലായി.
സൃഷ്ടിച്ചൊരു ചെറിയ ഇതില്. കാരണം ഇവിടെ ഉപയോഗിക്കുന്ന മരുന്നൊന്നും തലമുറകൾ കഴിയുമ്പോൾ വലിയ അപകടം വരുന്നില്ല. അതുകൊണ്ടാണ് പണ്ട് അമ്മമാര് കുട്ടികൾ മൂത്രമൊഴിക്കുമ്പോൾ ഊറൽ കണ്ടു കഴിഞ്ഞാൽ, മൂത്രത്തിൽ ഊറലിനെ അമ്മമാർക്ക് അറിയുള്ളൂ. ആധുനിക ഭാഷയിൽ ഇത് വളരെ അപകടമാണ്. കുട്ടിയുടെ മൂത്രത്തിൽ ഊറൽ കണ്ടു, അമ്മയെ നോക്കിയപ്പോൾ അവിടെ ഉറുമ്പരിക്കുന്നു. ഊറൽ കൊണ്ടാണ് ഉറുമ്പരിക്കുന്നത്. അപ്പൊ ഊറൽ കണ്ട ഉടനെ തന്നെ ഉടനെ കുട്ടിയെ എടുത്തു. അമ്മ പറഞ്ഞു, മോളെ ഒരു അല്പനേരം നിൽക്കുക, അത് പെട്ടെന്ന് പോവും. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, നിങ്ങളുടെ ലൊടുക്ക് പ്രയോഗമൊന്നും ഇവിടെ വേണ്ട. മനസ്സിലായില്ല? നിങ്ങളുടെ ലൊടുക്ക് പ്രയോഗമൊന്നും ഇവിടെ വേണ്ട. അത് കഴിഞ്ഞു നമുക്ക് പോയി ഇന്ന വൈദ്യനെയൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ വലിയ അപകടമുള്ള രോഗങ്ങളാണ്. നെഫ്രോട്ടിക് സിൻഡ്രോം, വായിലൊതുങ്ങാത്ത പേരാണ്. ഒട്ടനെ കാശി വിശ്വനാഥന്റെ അടുക്കിലേക്ക് പോവാ, വേറെ പണിയൊന്നും പറ്റില്ല. എടുത്തു ഒരൊറ്റ ഓട്ടമാണ്. നേരെ ഓടി കാശി വിശ്വനാഥന്റെ അവിടെ ചെന്നു, ക്യൂവിൽ നിന്നു, പേര് ബുക്ക് ചെയ്തു, കയറി. കാശി വിശ്വനാഥൻ പറഞ്ഞു, വൈസലോൺ 10 MG തുടങ്ങാം നമുക്ക്. 10 MG തുടങ്ങി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. 2 മാസം കഴിഞ്ഞു, 10 MG നിൽക്കുന്നില്ല. 10 MG ടാപ്പർ ചെയ്ത് നിർത്തി കഴിഞ്ഞപ്പോഴാണ് വളരെ കൂടുതലായി. എന്നാ പറഞ്ഞൊരു കാര്യം ചെയ്യാം, 30 MG ആട്ടെ. 30 MG 40 MG 50 MG കൊടുക്കുന്ന സാധനം എന്തുവാ? പ്രട്നിസോലോൺ ഓർ വൈസോലോൺ. ജനറിക് ഇൻഡെക്സ്, ഒന്ന് പേറ്റന്റ് ഇൻഡെക്സ്. ഇപ്പൊ കൊടുത്തു. കുറെ കാലം കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾ കുറെ സൂക്ഷിക്കണം കേട്ടോ, ഇപ്പൊ കിഡ്നി 25% വർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ക്രിയാറ്റിൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പോകുന്ന സമയത്ത് ക്രിയാറ്റിനിൻ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഇപ്പൊ ക്രിയാറ്റിനിൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സിറാം ക്രിയാറ്റിനിൻ. യൂറിയ മൈൽഡായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ വളരെ സൂക്ഷിക്കണം. കുട്ടിക്ക് പഴമൊന്നും കൊടുക്കരുത്, പൊട്ടാസ്യം കൂടിയാൽ കുഴപ്പമാണ്. അതേസമയം തന്നെ ഇവിടെ ആൽബുമിൻ കുറയാണ്, ആൽബുമിൻ കൂടണം. ആൽബുമിൻ കൂടാൻ വല്ലതും കൊടുത്താൽ ഇപ്പുറത്ത് വേറെ ചിലത് കൂടും, ആകെ കുഴപ്പമാണ്. നിങ്ങൾ വളരെ സൂക്ഷിക്കുക. പച്ചക്കറിയൊക്കെ വേവിച്ച് ഊറ്റിയിട്ട് കൊടുത്താൽ മതി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ഡയാലിസിസ് തുടങ്ങാം. കിഡ്നി വേറെ സ്റ്റെപ്പിനി ഉണ്ടെങ്കിൽ മാറ്റാം. തൊടുപുഴക്കാർക്ക് കിഡ്നി ഇല്ലാതാവുകയാണെന്നാണ് ഈയിടെ പത്രം വായിച്ചപ്പോൾ കണ്ടത്. അല്ലേ? തൊടുപുഴയാന്ന് തോന്നുന്നു, തൊടുപുഴയും വയനാടുമാന്ന് തോന്നുന്നു കേരളത്തിലെ കിഡ്നി വ്യാപാരത്തിന്റെ കേന്ദ്രങ്ങൾ. അല്ലേ? അതിൽ പത്രത്തിൽ വായിച്ചതാണ്. കാരണം ഫ്രിഡ്ജിന് വേണ്ടി കിഡ്നി കൊടുത്തിരിക്കുകയാണ്. ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചതെന്നാ കിഡ്നി തന്നേക്കാം. പത്രത്തിൽ വായിച്ചതാണ്. ഇവിടെയൊക്കെ പത്രത്തിൽ ഉണ്ടായിരുന്നോന്നറിയില്ല. വായിച്ചോ? വായിച്ചില്ല? നിങ്ങൾ പത്രവും വായിക്കാറില്ല? അയ്യോ, ഇവിടുത്തെയൊക്കെ ഉണ്ടായിരുന്നോ എനിക്ക് തോന്നുന്നേ. ഇടുക്കി ജില്ലയിലെ ഉണ്ടായിരുന്നോ തോന്നേ, മലബാറിലെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടുകാർ മോശമൊന്നുമല്ല, അങ്ങനെ അമ്മ പേടിക്കണ്ട, അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതേതായാലും ഇവിടെ എത്തി. മറിച്ച് അമ്മ പണ്ട് എന്താ ചെയ്തിരുന്നേ, ഇത് കഫവികാരമായിരിക്കുമ്പോ വരുന്ന ഈ വൃക്കയിലെ രോഗത്തിന് അമ്മ ഒരു ചെറിയ പണി ചെയ്യുള്ളൂ. റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ മുത്താറി അല്ലെങ്കിൽ കോറ, ഇതിലേത് പേരാ നിങ്ങളുടെ നാട്ടിൽ പറയാ? കുറുമ്പുല്ല്. എന്നാൽ ആ പേര്. അറിയുന്ന സാധനം നല്ല പുതിയൊരു കലത്തില് വറക്കും. കലം നല്ലപോലെ പഴുത്ത് നിൽക്കും. വറക്കും എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറയുന്ന കേട്ട് പോയി വറക്കരുത്. കാരണം വെച്ചാൽ വറക്കണമെങ്കിൽ ആദ്യം കലം പഴുക്കണം. എന്നിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കും, ഇത് മലരാവും. അല്ലെങ്കിൽ മലരാവില്ല. ഞാൻ വറത്ത് മലരാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ പുസ്തകം വായിച്ചേച്ച് പോയി കലവും കോറയും കൂടി ഒന്നിച്ച് അടുപ്പ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കും. കരി കിട്ടും. എന്നിട്ട് പറയാം, ആ സ്വാമിയാര് നമ്മളെ പറ്റിച്ചു, മലരായില്ല. മനസ്സിലല്ലേ? കാരണം സീരിയല് കാണലും പൊറോട്ടയും പോട്ടിയും തിന്നലും അല്ലേ ആകെപ്പണി. അപ്പൊ പിന്നെ അടുക്കള എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവും. ഇപ്പൊ അടുക്കളയൊക്കെ ഷോറൂം അല്ലേ? അല്ലേ? അടുപ്പൊക്കെ പോയി. ഇപ്പൊ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാല് റബ്ബർ വുഡ് കൊണ്ടുള്ള കളിയാണ്. 3 ലക്ഷത്തിന്റെയും 4 ലക്ഷത്തിന്റെയും ഒക്കെ റബ്ബർ വുഡ് അല്ലേ? അതിന് പറ്റിയൊരു പെയിന്റും, എന്താ പറയുന്നത്, പോളിയൂറിത്തീൻ പെയിന്റും ഒക്കെ അടിച്ച് വെള്ളം വീണാലും വെള്ളം തെറിച്ചു പോകുന്ന വിധത്തില് റബ്ബർ വുഡ് കൊണ്ടുള്ള അടപ്പുകളും ഒക്കെ വെച്ച് കുറെ ക്യാബിനറ്റുകളും അല്ലേ, അതിനകത്ത് കുറെ കറങ്ങുന്ന സാധനങ്ങളും അതിലൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന കുറെ പാത്രങ്ങളും. ജീവിതത്തിൽ ഒരിക്കലും ഈ പാത്രം എടുത്തില്ലെങ്കിലും വരുന്നവൻ നോക്കിയാൽ അടുക്കളയൊക്കെ ഗംഭീരം. കരി ഒരിക്കലും ഇല്ലാത്ത, തഴമ്പ് ഒരിക്കലും ഇല്ലാത്ത കേന്ദ്രങ്ങൾ.
തൊടുപുഴയൊക്കെ എങ്ങനെയല്ലേ? ഈയുടെ ഒരു വീട് 1.5 ലക്ഷം രൂപയാണ് അടുക്കളയിലെ. പക്ഷെ അടുക്കളയല്ല അടുപ്പില്ലാത്ത അടുക്കള. മനുഷ്യന്റെ ജീവിതക്രമങ്ങൾ പോകുമ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ ചട്ടി നമുക്ക് തിരിച്ചു പോകാം. ഞാൻ മുമ്പോട്ട് പോയിടത്തുനിന്ന് നിങ്ങൾ തിരിച്ചു പോരണം, അല്ല അതിലേ അങ്ങ് പോകരുത്. ഈ ചട്ടി അടുപ്പ വെച്ച് നല്ലപോലെ പഴുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ മലര് പൊടിച്ച് നല്ല വെയിലുള്ള തെള്ളിയെടുത്ത് അതിന്റെ ഏറ്റവും ഫൈനായിട്ടുള്ള പൗഡർ എടുക്കുക. നല്ല ശതാവരി കിഴങ്ങിന്റെ നീരെടുക്കുക. ശതാവരി കിഴങ്ങ് വാങ്ങിക്കുമ്പോൾ ചീഞ്ഞതും പളിച്ചതൊന്നും വാങ്ങിക്കരുത്. നല്ല പുതിയ ശതാവരി കിഴങ്ങ് അതിന്റെ തൊലിയും നാരും കളഞ്ഞിട്ട്, തൊലിയോടുകൂടി ഇടിച്ചു പിഴിയരുത്, ബലം കിട്ടില്ല. ആ തൊലി കളഞ്ഞ് അതിന്റെ അകത്ത് നാര് കളഞ്ഞ് ഇടിച്ചു പിഴിഞ്ഞ നീര് അടുപ്പത്ത് വെച്ച് തിളയ്ക്കുമ്പോൾ ഈ പൊടി ഇങ്ങനെ തുളുക, പഞ്ചസാര ഇടുക, ഒരു നല്ല പായസം കിട്ടും. കുട്ടിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. കൊച്ചുകുട്ടിക്ക് കൊടുക്കാൻ ഒരു 4 ടീസ്പൂൺ കൊടുക്കുമ്പോൾ നെഫ്രോട്ടിക് സിൻഡ്രോം സ്റ്റോപ്പാവും. അത് ഇത്രേ പണിയുള്ളൂ. ഇനി അങ്ങോട്ട് ഓടണ്ട, വീട്ടിൽ തന്നെ കൊടുത്താൽ മതി. ഇനി ഇതിനും ഇത്രയും പണിയുണ്ടല്ലോ, പാചകം. അതും വേണമെന്നില്ല. വീട്ടിൽ നിൽക്കുന്ന തുളസിയുടെ അരി എടുക്കുക. അരി എന്ന് പറഞ്ഞാൽ ആ പൂവോടെ പറിക്കുന്നതല്ല, ആ പൂവിനകത്ത് കറുത്ത അരിയുണ്ട്. ഒരു തുണി തുളസിയുടെ ചോട്ടി വിരിച്ചിട്ട് കുലിക്കാൻ മതി, അരി കിട്ടും. അരി എടുത്തിട്ട് 2 ഔൺസ് വെള്ളത്തിലിട്ട് വെക്കുക, 1 ടീസ്പൂൺ അരി. നെഫ്രോട്ടിക് സിൻഡ്രോം പോകും. ഇത്രയും പണിയേ ഉള്ളൂ. ആർക്കും ഉപയോഗിക്കാം. കൊച്ചുപിള്ളേർക്കുള്ളതിന്റെ ഡോസ്, വലിയവർക്കുള്ളതിന്റെ ഡോസ് മാനേജ് ചെയ്യാൻ അറിയണമെന്ന് മാത്രം. ദൃഷ്ടഫലമാണ്. ഫെയിലുമില്ല, ഉണ്ടായ തുളസി വെറും വയറ്റില്ല. മറ്റത് ഇടയ്ക്ക് 2-3 പ്രാവശ്യം കഴിക്കുന്നത് നല്ലതാണ്. നല്ല തേപ്പരച്ച് കരിക്കിൻ വെള്ളം, കരിക്ക് തുറന്ന് കരിക്കിൻ വെള്ളത്തിലിട്ട് തലേ ദിവസം വെച്ച് പിറ്റേ ദിവസം രാവിലെ കരിക്കിൻ വെള്ളം കുടിച്ചാൽ തെളി. കാരണം തെറ്റുപല്ലി കെട്ടിയിട്ടാൽ ഏത് ചെളിയുള്ള കിണറ്റിലെ വെള്ളവും തെളിയുന്നത് പോലെ മനുഷ്യന്റെ ശരീരത്തിലെ വെള്ളവും തെളിയും. കാരണം മൂത്രസ്ഥാനം ജലാശയമായതുകൊണ്ട്. 4-5 ദിവസം ആകെ. അല്ലാതെ വൈസലോൺ കഴിക്കുന്ന പോലെ ജീവിതകാലം കഴിക്കാനാണ് പിന്നെ അതങ്ങ് കഴിച്ചാൽ പോരെ, ഇത് കഴിക്കണം. എളുപ്പമില്ലേ? അപ്പൊ അതുകൊണ്ട് പണ്ട് അമ്മമാർക്കൊക്കെ ഇതറിയാം, ഈ ജീവിതക്രമം അറിയാം, ഈ ചുറ്റുപാടുകൾ അറിയാം, ഇതിനുപയോഗിക്കേണ്ട ഔഷധങ്ങൾ. അപ്പൊ അത് തിരിച്ചറിയുന്ന അന്നത്തെ രോഗലക്ഷണം, ഇന്നത്തെ രോഗലക്ഷണം, അന്നത്തെ മരുന്ന്, ഇന്നത്തെ മരുന്ന്. തൊടുപുഴ ആയതുകൊണ്ട് ഈ മരുന്ന് ഭരിക്കില്ല, അങ്ങനെയില്ല. അതല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിലായോണ്ട് ഇതൊന്നും ഭരിക്കില്ല, അങ്ങനെയില്ല. ഇത് ക്ഷിപ്രഫലദായികളായ ഔഷധങ്ങളാണ്. അങ്ങനെ വരുന്നതിന് നിങ്ങളുടെ നാട്ടിലുള്ള ചെറുപൂള എന്ന് പറയുന്ന സാധനം പിഴിഞ്ഞ നീര് നെയ്യ് ചേർത്ത് കാച്ചി കൊടുത്താൽ അപ്പം നിൽക്കും. രോഗങ്ങളെ പറ്റി ചോദിച്ചാൽ ഞാൻ അതിൽ കൂടെ പറഞ്ഞു പോകുമ്പോൾ നമ്മളുടെ വിഷയത്തിൽ നിന്ന് അല്പം മാറിപ്പോവും. അത് നമുക്ക് പിന്നെ ആവാം, പുറകെ ആവാം. അതല്ല, ഇതിന്റെ ഇടയിൽ കുറേശ്ശെ വരും എന്ന് വിചാരിക്കാം. പിന്നെ ബാക്കിയുള്ളത് ഒരടുക്കിൽ വരുമെന്ന് വിചാരിക്കാം. കാരണം ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം. കാരണം എന്താ വെച്ചാൽ ആൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പണിയിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പാട്ടുപെട്ടി മടക്കി വിറക്കി പോകുമല്ലോ എന്നുള്ളതാണ് ഇതിനൊരു ഗുണം. മനസ്സിലായില്ല? ആ നല്ല നാളിനെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. നമ്മൾ തന്നെ പാറ്റയിടുമ്പോൾ ഒരു പ്രത്യേക സുഖയില്ലേ? വല്ലവരും പിടിച്ചിടുമ്പോഴല്ലേ നമുക്ക് ദേഷ്യം വരുന്നത്. മനസ്സിലായില്ല? അപ്പൊ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സുഖം. സ്വന്തം കഞ്ഞിൽ സ്വയം പാറ്റയെ ചാടിച്ച് കഞ്ഞി വേണ്ട എന്ന് തീരുമാനിക്കുന്ന സുഖം പോലെ സുഖമുള്ളൊരു പരിപാടി വരെ മനസ്സിലായില്ല. ഇതൊന്നും വിവരമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. 5:30 ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ ക്രമികമായി പോണോ, ഇത് ഉൾക്കൊള്ളാൻ പറ്റും, ഈ രീതിയിൽ അടിസ്ഥാനപരമായി പഠിച്ചു പോകുന്നതാണോ ഇഷ്ടം, ഇങ്ങനെ പോകുന്നതന്നെ ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ തയ്യാറായി പോരുക. പോരുമ്പോ ഒരു ബുക്കും പേനയൊക്കെ കൊണ്ടുവന്നാൽ വല്ലോ കുറിച്ച് വെച്ച് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ വല്ല സംശയം വന്നാൽ ചോദിക്കാം. അല്ലെങ്കിൽ ഗതികേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറന്നുപോകും ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോഴേക്ക്. അല്ലാതെ പഠിക്കണമെങ്കിൽ ഇത് കുറെ കാലം കാലുതിരുമ്മിയും കുറെ കാലം മുണ്ടലക്കിയും കുറെ കാലം മരുന്ന് പറിച്ചും ഒക്കെ പഠിക്കണം. മനസ്സിലാകാൻ പറഞ്ഞതെന്നറിയില്ല. ഹാളിനകത്ത് അതിന് നമുക്ക് സൗകര്യമില്ലല്ലോ. ഇത് ശരിയായ രീതിയിൽ പഠിക്കണമെങ്കിൽ മുണ്ടലക്കി പഠിക്കണം. നമ്മുടെ മുണ്ടല്ല. അതുപോലെ തന്നെ കുറെ കാലം കാല് തിരുമ്പി പഠിക്കണം. നമ്മുടെ കാലല്ല. മനസ്സിലായോന്നറിയില്ല. കുറെ കാലം മരുന്ന് പറിച്ച് പഠിക്കണം.
അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോഴാണ് ഇതിങ്ങനെ കവിത പോലെ ഓർത്തിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത് കവിത പോലെ ഓർക്കാൻ പറ്റില്ല. അപ്പോ ഓർമ്മ കണ്ട് ഇത് നിങ്ങൾക്കാർക്കും പറ്റുന്നതെന്നും സ്വാമിയാര് വേറെ ഏതോ ഓർമ്മയിൽ നിന്നാ പറയുന്നതെന്നും ഒന്നുമല്ല. ഈ വസ്ത്രം ഓർമ്മയുമായി ബന്ധമൊന്നുമുള്ളതല്ല, ആർക്കും ഓർക്കാവുന്നതാണ് മര്യാദയിൽ ജീവിച്ചാൽ. അല്ലെങ്കിൽ ആ ആട്രിബ്യൂട്ട് സ്വാമിക്ക് തരുന്നതോടുകൂടി പുതിയൊരു സിദ്ധനെയും കൂടെ ലോകത്തുണ്ടാക്കും. അത് ഈ ഭൂമിക്ക് താങ്ങാനാവില്ല. കാരണം ഈ ഭൂമി സിദ്ധന്മാരെ കൊണ്ട് ഭാരമുള്ളതായി തീർന്നിരിക്കുന്നു. ഇനിയും ഒരുത്തൻ കൂടെ ജനിക്കുന്നതിന് മുമ്പ് മരിക്കണേ എന്ന പ്രാർത്ഥനയാണ് എനിക്ക് തന്നെ ഉള്ളത്. മനസ്സിലായോന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഹരി ഓം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയത്. ഹരി ഓം. ഹരി.